കാലവർഷത്തിൽ സംസ്ഥാനം പനിച്ചൂടിൽ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പനി പടരാൻ തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ അന്യസംസ്ഥാന ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കടന്നുകയറ്റമാണ് മലമ്പനിക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. കാലവർഷം ഭീകരമാകുന്നതിന് മുമ്പേ ഭീതി പടർത്തി പകർച്ചപ്പനി പടരുകയാണ്. 10 ലക്ഷത്തിലേറെ പേരെ പകർച്ചപ്പനി ബാധിച്ച് സംസ്ഥാനമൊട്ടുക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതായാണ് കണക്ക്. എലിപ്പനിയും മലേറിയയും അടക്കമുള്ള പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് പനി നിയന്ത്രിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിലും പനി വൻതോതിൽ പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നതോടൊപ്പം സംസ്ഥാനം മുക്തമായെന്ന് കരുതുന്ന H1N1 പനിയും വീണ്ടും പടരുന്നു. ചിക്കൻ ഗുനിയയും പടർന്നു പിടിക്കുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താത്തതാണ് പനി ഭീതിതമായ തോതിൽ പടരാൻ കാരണമായത്. ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ വ്യാപകമായ തോതിൽ ഡെപ്യൂട്ടേഷൻ നൽകി മാറ്റി നിയോഗിച്ചും ഇവരെ സെൻസസ് ഡ്യൂട്ടിക്ക് കൂടി നിയോഗിക്കുന്നതോടെ പ്രതിരോധ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരുന്നു. ഇത് സംസ്ഥാനമൊട്ടുക്ക് പനി പടരുന്നതിന് കാരണമായി. ആശുപത്രികളിൽ മിക്കയിടത്തും കൃത്യമായി ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതും മരുന്ന് ലഭ്യമല്ലാത്തതും പനി പടരുന്നതിന്റെ കാരണങ്ങളാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭീകരമായ കടന്നുകയറ്റം മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമായിട്ടുണ്ട്. അവർ തിങ്ങിപ്പാർക്കുന്നിടത്ത് ശുചിത്വമില്ലായ്മയും പരിസര മലിനീകരണവും രൂക്ഷമാണ്. പനി പടർന്നു പിടിക്കുന്നതിന് മുൻപേ മുൻകരുതലുകൾ സർക്കാർ എടുക്കേണ്ടതായിരുന്നു. പനി നിയന്ത്രണാതീതമായ സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടുന്നതിന് വേണ്ടി എത്തിയത്. മുൻകാലങ്ങളിൽ ആയുർവേദ, അലോപ്പതി, ഹോമിയോ ഡോക്ടർമാരുടെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്യാമ്പുകളും പ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തിരുന്നു. പകർച്ചവ്യാധി ബാധിത പ്രദേശങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കാൻ മെഡിക്കൽ കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ദ്രുതകർമ്മസേന രൂപീകരിച്ചും താലൂക്ക് ആശുപത്രികളിൽ രക്തപരിശോധനാ സൗകര്യം ലഭ്യമാക്കിയും ജില്ലാ ആശുപത്രികളിൽ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന രോഗികൾക്ക് കൊതുകുവല ലഭ്യമാക്കിയും പകർച്ചപ്പനിയെ തടയിടുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രികളിൽ കിടത്തി ചികിത്സ വേണ്ടിവരുന്ന രോഗികൾക്ക് കൊതുകുവല ലഭ്യമാക്കിയും പകർച്ചപ്പനിയെ തടയിടുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും പകർച്ചപ്പനിയെ തടയിടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവുകളാണ് പനി മൂലമുണ്ടാകുന്ന മരണങ്ങൾ. പകർച്ചവ്യാധികളുടെ പടർന്നുപിടുത്തം കണ്ടെത്തിയിരിക്കുന്നത് കൂടുതലും റബ്ബർ തോട്ടത്തിന് സമീപമുള്ള വീടുകളിലുള്ളവർക്കാണ്. പരിസര മലിനീകരണം ഒഴിവാക്കുക, കൊതുകുകൾക്ക് വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുക, കെട്ടിക്കിടക്കുന്ന ജലം ഒഴുക്കിക്കളയുക എന്നീ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വയം നടത്തുക എന്നതാണ് പനി വരാതിരിക്കുന്നതിനുള്ള ഏകമാർഗം.